ഞങ്ങളുടെ തറവാട്ടിലെ 3 ആൺകുട്ടികൾ ജനിച്ച ശേഷം ഒരു പെൺതരി ഉണ്ടായി. ആ പെൺതരിയുടെ പിറന്നാളാണെന്ന്. കുറേ നാളുകൾക്ക് ശേഷം സ്വന്തം വീട്ടിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടി പിറന്നാൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എത്ര സന്തോഷം വന്നാലും എത്ര സങ്കടം വന്നാലും ഞങ്ങളൊക്കെ ഓടിച്ചെന്ന് നിൽക്കുക ഞങ്ങളുടെ സ്വന്തം പോത്താനിപ്പൻ്റെ നടയിലാണ്. അതുകൊണ്ട് തന്നെ രാവിലെ അമ്മേനെയും മോളെയും കൂട്ടി പോത്താനിപ്പനെ തൊഴാൻ പോന്നു. അവിടെ ചെന്നപ്പോഴേക്കും നല്ല മഴയായി. ഭഗവാന്റെ നടയിൽ നിന്ന് എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞു പോരുമ്പോൾ ഞാനൊരാഗ്രഹം കൂടി പറഞ്ഞു. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മോളായിട്ട് തന്നെ ജനിക്കണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബ്രഹ്മകുളങ്ങര മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് പോയത്. അവിടെ ചെന്ന് എൻ്റെ കണ്ണനെ കൺകുളിർക്കെ കണ്ട് തൊഴുതങ്ങോട്ട് പോന്നു. അങ്ങനെ വീട്ടിലെത്തി ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറിയപ്പോൾ ഒരു ഓട്ടോ വരുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു സർപ്രൈസ് കേക്ക്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ അനിയത്തിമാരെ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത സർപ്രൈസ് ആയിരുന്നു അതെന്ന്. അപ്പോൾ പിന്നെ കുട്ടികളുടെ പോലെ കേക്കെല്ലാം മുറിച്ച് അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും മോൾക്കൊക്കെ കൊടുത്ത് അങ്ങോട്ട് ആഘോഷിച്ചു. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സേമിയ പായസമൊക്കെ വെച്ച് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് ഓരോ ഉരുളയൊക്കെ വാങ്ങി കഴിച്ച് ഈ വർഷത്തെ പിറന്നാളാഘോഷം അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പനെ അടുത്ത പിറന്നാളിന് കാണാം.